പൂങ്കുയിലെ നീ പാട്ടുപാടിയതെന്റെ ഹബീബിനുറക്കാനോ, നീ എന്റെ ഹബീബിനുറക്കാനോ. പൂമയിലെ നീ പീലി വിടർത്തിയതാ പുഞ്ചിരി കാണാനോ, ആ പാൽ പുഞ്ചിരി കാണാനോ. എൻ്റെ ഹബീബ് ആരെയും ആകർഷിക്കുന്ന പുഞ്ചിരിയുടെ ഉടമയായിരുന്നു. മാധുര്യമൂർന്ന സംസാരം, മിതമായ ശബ്ദം, സുന്ദരമായ വസ്ത്രധാരണം, മുന്നോട്ട് ഊന്നിയുള്ള നടത്തം, തികഞ്ഞ സത്യസന്ധത, ഗുണകാംക്ഷ, ധൈര്യം, കാരുണ്യം തുടങ്ങിയ മഹത്തായ സ്വഭാവ ഗുണങ്ങളെല്ലാം അവിടത്തെയുടെ പ്രകൃതമായിരുന്നു. സൽസ്വഭാവം കാരണം ചെറുപ്രായത്തിൽ തന്നെ ഹബീബിനെ എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്നു. അൽ-അമീൻ വിശ്വസ്തൻ, അസ്വാദിഖ് സത്യസന്ധൻ എന്നായിരുന്നു ഖുറൈശികൾ ഹബീബിനെ വിളിച്ചിരുന്നത്. അതല്ലേ സൃഷ്ടാവ് സൃഷ്ടിശ്രേഷ്ഠരായ മുത്തുനബിയെക്കുറിച്ച് പറഞ്ഞത്, വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, തീർച്ചയായും ഹബീബെ താങ്കൾ മഹത്തായ സ്വഭാവത്തിന്മേലാകുന്നു. സല്ലല്ലാഹു അലൈക യാ ഹബീബല്ലാഹ്.